നമുക്ക് കണ്ണുകളടയ്ക്കാം. ഇപ്പോഴത്തെ മാർപ്പാപ്പായ എല്ലാവരും മനസ്സിൽ കൊണ്ടുവരിക. ഫ്രാൻസിസ് മാർപ്പാപ്പായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള കർത്താവ് സന്ദേശം തന്നിട്ടുണ്ട്. യോഹന്നാൻ 15:5 അവിടെ നല്ല ചെയ്യുന്നുണ്ട്. എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചരിക്കാൻ പോലും സാധിക്കുകയില്ല. നമ്മുടെ കഴിവോ നമ്മുടെ ശക്തിയൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ചലിക്കുന്നത്. അവിടുന്ന് ആ അനുഗ്രഹം പിൻവലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തകർച്ചയിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട്, വീണ്ടും വീണ്ടും ഒരു ശക്തി പ്രാപിക്കുകയാണ് ചൂട്. എത്രമാത്രം ശക്തി പ്രാപിച്ചിട്ടും മനുഷ്യനെ അനുദപിക്കുവാനോ മാറ്റത്തിൽ വരുവാനോ തയ്യാറല്ല. ഇതെല്ലാം പ്രകൃതിയുടെ നിയമമാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഒരേ വാക്കുകൾ പറഞ്ഞ് ഒഴിയുകയാണ് മനുഷ്യൻ. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് പ്രകൃതിയിലൂടെ, മനുഷ്യനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മളത് കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറില്ല. ഏശയ്യാ 48:18 പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വാക്കുകൾ അനുസരിച്ചിരുന്നെങ്കിൽ എന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. ഒരേ ദിവസം ചെല്ലുന്തോറും പാപം ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ പാപപ്രവണതയിലേക്ക് പോവുകയാണ് മനുഷ്യൻ. എത്രമാത്രം മനുഷ്യൻ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അത്രമാത്രം നാശത്തിലേക്കാണ് ഈ എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നാശത്തിന്റെയും കാരണം സമ്പത്തിനുള്ള താല്പര്യമാണ്. ദൈവത്തെക്കാൾ ഉപരിയാണെന്ന് മനുഷ്യന് സമ്പത്ത്. ആ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരുപാട് നാശത്തിനും തകർച്ചയിലേക്കുമാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ വലിയ ആശ്വാസവും സമാധാനവും നമുക്കുണ്ടാകും. സമസ്തവും അവിടെ നിന്നാണ് തരുന്നത്. അവിടെ നിന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ദൈവത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുക. നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാം. ദൈവമേ, നിന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ എന്റെ അറിവ്, എന്റെ കഴിവ്, എന്റെ ശക്തിയൊക്കെയാണെന്ന് പറഞ്ഞ് മത്സര പിടിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥ, പ്രകൃതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങള്, ഏതെങ്കിലും ഒരു അവസ്ഥ ഒന്ന് ചെറുത്ത് നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ടോ, ശക്തിയുണ്ടോ? ഞാൻ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകാനായിട്ട് പ്രഭാഷണം 3:18 അവിടുന്ന് പറയുന്നു. ഒരുപാട് ഉന്നതിയിലാണ് ഞാൻ എന്നുള്ള ചിന്തയാണ്, അഹങ്കാര ചിന്തയാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ട് യാതൊന്നും ചെയ്യുവാനുള്ള കഴിവില്ല. പ്രകൃതിയുടെ എല്ലാം നിയന്ത്രണം കംപ്ലീറ്റ് ദൈവമാണ് നയിക്കുന്നത്. എന്നാല് മനുഷ്യനിലൂടെ പ്രകൃതിയെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഏലിയായിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 3 വർഷം മഴയില്ലാതെ മുന്നോട്ട് പോയി. മനുഷ്യനിലൂടെ പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റും, പ്രകൃതിയുടെ മേൽ മനുഷ്യന് അധികാരം നൽകിയിട്ടുണ്ടെന്ന് ഏലിയായിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പൂർവികര്, നമ്മുടെ അപ്പനും അപ്പൂപ്പന്മാരൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണോ അവര് പറയുന്നത് അതേപോലെ തന്നെ സംഭവിക്കുമായിരുന്നു. ദൈവഭയത്തിലായിരുന്നു അവർ വളർന്ന് മുന്നോട്ട് വന്നിരുന്നത്. ദൈവഭയത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറ ദുഷിച്ച തലമുറയെന്ന് ദൈവം സംഭാവന ചെയ്തെങ്കിൽ ആ ദുഷിച്ച തലമുറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആർഭാട ആഡംബരങ്ങളും ആസക്തികളും സൗന്ദര്യഭ്രമവും ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ മ്ലേച്ഛതയിലും മുഴുകി ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യന് തന്നെ അസഹനീയമായിട്ട് മാറി. പ്രകൃതിയെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മനുഷ്യന്റെ ചിന്തയും വിചാരങ്ങളും കാണും പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതിന് ഭംഗം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു കരുണയും കാണിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ ഒക്കെ നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ എല്ലാവരും ക്ഷമിക്കാം, എല്ലാവരും ക്ഷമ ചോദിക്കാം. കൊളോസ്സോസ് 3:13 പറയുന്നുണ്ട്, ഈ
ഈശോ ക്ഷമിച്ചതുപോലെ നമുക്കും ക്ഷമിക്കാം. ക്ഷമിക്കാത്ത വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് യാതൊന്നും ലഭിക്കുകയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. ഇത് പിതാവിന്റെ രാവിലെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ വീക്ഷണത്താലോ കർത്താവിന്റെ നാമത്തിൽ ഈ ലോകത്തോട് യേശുവേ യേശുവേ പാവനാത്മാവേ